നമ്മുടെ സഞ്ജു സാംസനെ ടീമിലെടുത്തില്ലെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ബഹളം. സഞ്ജുവിനെ ടീമിലെടുത്തില്ല, പെർഫോമൻസ് ഒന്നും എടുത്തില്ല, അല്ല മറ്റേ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാത്തതുകൊണ്ടാണ്. ആഭ്യന്തര ക്രിക്കറ്റ് കിടന്ന് കളിക്കുന്ന ആ കരുൺ നായർക്ക് പോലും ചാൻസ് കിട്ടിയില്ല. എല്ലാവരും വാർത്ത ഈ മാധ്യമങ്ങളെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലേ, വാ തുറന്നാൽ കണകുണ എന്നുള്ള സംസാരമേ ഉള്ളൂ. മെനിഞ്ഞാന്ന് മൊത്തം പറയണത് ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചവർക്ക് ചാൻസ് ഉള്ളൂ, അതുകൊണ്ട് ചിലപ്പോൾ സഞ്ജുവിന് ചാൻസ് കിട്ടില്ല. ഇന്നിപ്പം പറയാണ് അവസാന റൗണ്ടിൽ സഞ്ജു പുറത്തായി ഋഷഭ് പന്തെന്ന്. സത്യത്തിൽ സഞ്ജു സാംസൺ കിട്ടാത്ത നന്നായി. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിലും ഇവരൊക്കെ ക്യാപ്റ്റൻസിയിലും സഞ്ജു സാംസൺ ഒരിക്കലും ചാൻസ് കിട്ടത്തില്ല. വേൾഡ് കപ്പിന് അവിടെ പോയിട്ട് വെറുതെ കുപ്പി വെള്ളം കൊടുക്കായിരുന്നില്ലേ, അതേപോലെ ടീമിലെടുത്താലും അവിടെ തന്നെ ഇരിക്കും. അതിനേക്കാളും ടീം എടുക്കാതിരിക്കില്ലേ. സഞ്ജുവിന് 2020 അവസരം കൊടുത്തിട്ടുണ്ട്, അതിൽ പെർഫോമൻസ് ഇത് കാണിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കിട്ടണമെങ്കിൽ കിട്ടട്ടെ, പോണെങ്കിൽ പോട്ടെ. അടുത്തത് കേസി ഇവിടെ സഞ്ജു മറ്റേത് ചെയ്തു മറിച്ച് ചെയ്തു. പോയിടേ നീയൊക്കെ ഇവിടെ എന്തുണ്ടാക്കിയിട്ടാണ് അവ ഇത്രയും വരെ എത്തിയത്? ഒരു തേങ്ങയും ചെയ്തില്ല. അവൻ്റെ കഷ്ടപ്പാട്, അവൻ്റെ പ്രയത്നവും കൊണ്ട് അവൻ വന്നതാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവന്മാർ വാത്താളൊന്നും വിടണ്ട. ചെറുക്കൻ കളിച്ചോളും, ചെറുക്കൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും. നിങ്ങളാരും കയറി വിടണ്ട. ടീമിൽ എടുക്കാതിരിക്കുക, എന്ത് ചെയ്തിട്ട് കിട്ടുന്ന അവസരം മുതലാക്കി കളിക്കട്ടെ.